ആദിലായി നൂറായും അങ്ങനെ ആദിലായി നൂറായി അവരുടെ ജീവിതമല്ലേ. അവര് തീരുമാനിച്ചോട്ടെ. അവർക്കില്ലാത്ത എന്ത് ബുദ്ധിമുട്ടാണ് ഇത് കാണുന്ന ഇവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മുസ്ലിം കുട്ടികൾക്ക് അവർക്കിഷ്ടമുള്ളത് സ്വീകരിക്കാനും നിരാകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ ഹിജാബ്, എന്താണ് പെണ്ണ് ഹിജാബ് ഇടാത്തത്? പെണ്ണെപ്പോഴും തലമറയ്ക്കണം, പെണ്ണിന്റെ ശബ്ദം ഉയർന്നു കേൾക്കരുത്, പെണ്ണുയർന്ന് സംസാരിക്കരുത്, പെണ്ണ് ചിരിക്കരുത്, പെണ്ണാടരുത്, പാടരുത്, നടിക്കരുത്, സമ്മാനം വാങ്ങാൻ വേദിയിലേക്ക് പോലും കയറരുത്. ഇന്നിതൊക്കെ മുസ്ലിം പെൺകുട്ടികളോട് പറഞ്ഞിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവർ തന്നെ ഇവന്മാരെയൊക്കെ എടുത്ത് തോട്ടിലെറിയും. ഓടറ നാറികളെ എന്ന് പറയും. അതുകൊണ്ട് ഈ ഹിജാബ് നിരോധനം കേരളത്തിൽ വരില്ല എന്ന് പറയരുത്. കേരളത്തില് മുഖ്യമന്ത്രി കസേര എല്ലാ കാലവും പിണറായി വിജയനു വേണ്ടി ഒഴിഞ്ഞു കിടക്കില്ല. ഈ കേരളം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ താമസിയാതെ ഇത് കേന്ദ്രഭരണ പ്രദേശമാകും. അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിൽ മതേതര നിലപാടുകൾ സ്വീകരിക്കുന്ന, ഭരണഘടനയെ സംരക്ഷിക്കുന്ന, ഭരണഘടന അനുശാസിക്കും വിധം ജീവിക്കുന്ന ഒരു ജനത ഉണ്ടാകും. തന്നെ കർണാടകയിലും കണ്ട ഹിജാബ് വിഷയം കേരളത്തിലും എത്തിയിരിക്കുകയാണ്. കൊച്ചിയിലെ ഒരു സ്കൂള് തന്നെ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹിജാബ് വിഷയം മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇനി ഇതിന്റെ തുടർച്ച എന്തായിരിക്കും? തുടർച്ച മുസ്ലിംസ് പണിമുട്ടിക്കൊണ്ടേയിരിക്കും. മുസ്ലിംസ് ഒരു ഫ്രിഞ്ച് എലമെന്റ് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ അത് ചൊറിയും. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത, അവരൊന്നും നമ്മളെ ക്രിസ്ത്യാനിയാൻ നിർബന്ധിക്കുകയോ ഇല്ല. അവര് പഠിപ്പിക്കുന്നു, നല്ല ഡിസിപ്ലിൻ ആയിരിക്കണം. അതുകൊണ്ടാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. ഡിസിപ്ലിന് മാത്രമല്ല, നന്നായിട്ട് അവര് പഠിപ്പിക്കുകയും ചെയ്യും. കുട്ടികളെ നല്ല മാനവികതയുള്ളവരാക്കി മാറ്റും. എൻ്റെ മോള് എൽ കെ ജിയും യു കെ ജിയും പഠിച്ചത് തിരുവനന്തപുരത്തെ റെയിൻബോ സ്കൂളിലാണ്. ബാക്കി 1ാം ക്ലാസ് മുതൽ മൊത്തം പഠിച്ചത് ഏതാണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ്. +1 +2 പഠിച്ചത് വെസ്റ്റ് ഹില്ലിലെ സെന്റ് മൈക്കിൾസിലാണ്. അത് കഴിഞ്ഞിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്തത് വരെ ദർശന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ്. ഇങ്ങനെ എല്ലാം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിലാണ്. ഒരിക്കലും ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചിട്ട്, ക്രിസ്തു മതത്തെക്കുറിച്ചിട്ട് അത് സ്വീകരിക്കാനോ അതല്ലെങ്കിൽ ഇസ്ലാം നിരാകരിക്കണമെന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവര് കുട്ടികൾ വരിക, പഠിക്കുക, നീറ്റായിരിക്കുക, നല്ല സ്വഭാവമുള്ളവരായിരിക്കുക, പഠിക്കുക, പരീക്ഷ എഴുതുക, ജയിക്കുക, ഫീസ് കെട്ടുക, പോകുക. അതിൽ കവിഞ്ഞ് അവർക്ക് കുറെ കുർബാനകളും പ്രാർത്ഥനകളും അതും അർച്ചനകളും നേർച്ചകളും ഒക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോകും. നിങ്ങളത് ചെയ്യണ്ട. എൻ്റെ മോൻ പഠിക്കുന്നത് അമൃത വിദ്യാലയത്തിലാണ്. അപ്പൊ അമൃത വിദ്യാലയത്തില് മാതൃപൂജ വരെയുണ്ട്. പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്ന രീതിയുണ്ട്. ഒരുപാട് മാതാമൃതാനന്ദമയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. എല്ലാ കുട്ടികളും കുറി തൊടും, നിന്ന് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എൻ്റെ മോൻ മാത്രം മാറി നിൽക്കും. എല്ലാവർക്കും കുറി തൊട്ട് കൊടുക്കുന്ന പ്രിൻസിപ്പൾ ഇവന്റെ അടുത്ത് വരുമ്പോഴേക്ക് മാറി നിൽക്കും. വേണ്ട, അത് ടീച്ചറിന്റെ മോനാണ്, അവർക്ക് വിശ്വാസം ഇല്ലാത്തവരാണ്. അവരാരും ഇവരെ ഒന്നിനും നിർബന്ധിക്കാറില്ല. അതേപോലെ ഒരു മുസ്ലിം സ്കൂളിലാണ് മറ്റൊരു കുട്ടി പഠിക്കുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ കുടുംബത്തോടു കൂടി ഇസ്ലാം ആയിട്ടുണ്ടാവും. പിന്നെ അവർ പൊതുവായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള വീക്ഷണം, നല്ല സിലബസ് ഒക്കെ നോക്കിയെടുക്കും ഏതാണെങ്കിലും. അപ്പൊ ഈ സ്ഥാപനങ്ങൾ അതുകൊണ്ട് സ്വാഭാവിക കുട്ടികൾ, അപ്പൊ ഞാൻ എന്റെ മോനെ പറഞ്ഞാൽ ഞാനൊരു ഫസ്റ്റ് ക്രിസ്ത്യൻ സ്ഥാപനം ആണ് ഞാൻ ചൂസ് ചെയ്യുക. അതല്ല ഞാൻ സരസ്വതി വിദ്യാഭവനം പോലൊരു സ്ഥാപനം, അല്ല സെൻട്രൽ സ്കൂൾ, അങ്ങനെയൊക്കെ ഞാൻ ചൂസ് ചെയ്യും. കാരണം അത് നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊന്നും ഈ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങളും, അല്ല അതിന്റെ പുറത്ത് ഹരാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യയും ഒക്കെ അല്ലാതെ വേറെ മതവുമായിട്ട് ബന്ധപ്പെട്ട, മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ടോ എന്നോ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അങ്ങനെ ഒരാളോട് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിനെതിരെ ഉണ്ടായി. മറ്റേതുണ്ടോ വലിയ ഫീസ് മേടിക്കുന്നു, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രഷറൈസ് ചെയ്യുന്നു കുട്ടികളെ ഈ ഡിസിപ്ലിന്റെ പേരിൽ ഭയങ്കരമായി പുറത്താക്കുന്നു. അതിന്റെ കുട്ടികൾ ആത്മഹത്യ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കൊച്ചിയിൽ തന്നെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒരു പയ്യൻ, എനിക്കിപ്പോൾ അതൊരു വിഷമമാണ്. അപ്പൊ അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഈ പറയുന്നത് പോലെ മറ്റേ, പക്ഷെ മുസ്ലിം സ്ഥാപനങ്ങളിൽ എല്ലാം ഞാൻ MES ഒക്കെ വളരെ പ്രോഗ്രസീവായി ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അതേ മോഡൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പക്ഷെ ഒരു മുസ്ലിം സ്ഥാപനത്തിലെങ്കിലും സ്ത്രീവിഭാഗത്തിലൊക്കെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിലബസ് വന്നതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായത്. അതാണ് എന്താണ് ഫീസ് സ്കൂൾ. അതിന്റെ പേര് തന്നെ ഫീസാണ്, പക്ഷെ ഫീസ് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് വെച്ചാൽ അപ്പൊ ഇസ്ലാമിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആ സ്കൂള് അങ്ങനെ ഒരു വിഷയം വന്നിരുന്നു. ഗവൺമെന്റ് ആക്ഷൻ എടുത്താണ്. ഇങ്ങനെ ഒരു വിഷയം ഒരു ക്രിസ്ത്യൻ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. പീസ് സ്കൂളില് എന്താണ് പഠിപ്പിച്ചത് കുട്ടികളെ? എങ്ങനെ മതം മാറ്റാമെന്നോ?
എങ്ങനെ മതം മാറ്റാം, തന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റാം. പക്ഷേ ഏതെങ്കിലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ സ്കൂളുകളിൽ അങ്ങനെ മതം മാറ്റാൻ ശ്രമിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് എൻ്റെ കയ്യിൽ അഭിലാഷും MM അക്ബറും തമ്മിലുള്ള ഒരു സംവാദം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നോക്കട്ടെ, വളരെ രസകരമാണ്. ചെറിയ കുട്ടികളെ വരെ ഇവര് നെറ്റിന് എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുവാണ്. ഇവിടെ ഇന്ന് ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ ഹിന്ദു സ്കൂളുകൾ, ക്രിസ്ത്യൻ സ്കൂളുകൾ വ്യാപകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്കൂള് മുസ്ലിം കുട്ടിയെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി, ഏതെങ്കിലും ഒരു ഹിന്ദു സ്കൂളിലെ ഒരു കുട്ടിയെ, ഒരു മുസ്ലിം കുട്ടിയെ ഹിന്ദുവാക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം സ്കൂളുകൾക്കെതിരെ എത്രയാ പരാതികൾ ഉണ്ടായിട്ടുള്ളത്, എത്ര പരാതികൾ നോക്കോ. അഭിലാഷും MM അക്ബറും തമ്മില് ഈ വിഷയം വന്ന ഉടനെ തന്നെ ഒരു കുഞ്ഞ് അഭിമുഖമുണ്ട്, ഒന്ന് കേട്ടോ. 2ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? 1. ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5. ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി ആ ഓർഡർ നിങ്ങൾ കേട്ടോ. പേര് മാറ്റണം, കഴുത്തിൽ നിന്ന് കൊന്തയും നൂലും അഴിച്ചു മാറ്റണം, ഹലാൽ ചിക്കൻ കഴിക്കണം, സത്യസാക്ഷ്യ വാക്യം ചൊല്ലണം, പിന്നെന്താ, അമുസ്ലിങ്ങളിൽ നിന്നും, കാഫിറായിട്ടുള്ള അമുസ്ലിങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ആ നിഷ്കളങ്കതയൊന്നും നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. ശരി, അഭിലാഷ് ജി ചോദിക്കൂ. നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? 1. ഉടൻ അഹമ്മദ് അല്ല അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5. ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. പാഠപുസ്തകം പറയുന്നു, put the above advice in correct order and explain the reason to the class. അതെ, അതില് അവർക്ക് ഞാനതാണ് പറഞ്ഞ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് മാത്രമല്ല, ഇത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം പോകട്ടെ. ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഏത് ഉപദേശമാണ് ശരി? അതാണ് പറഞ്ഞത്. അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ, ഇസ്ലാമിൽ 5 സ്തംഭങ്ങളാണ് ഇസ്ലാമിനുള്ളത്. 1ാമത്തെ സ്തംഭം ഷഹാദയാണ്, അഥവാ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയണം എന്നാണ്. അല്ല, ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. മദ്രസയിൽ ഞങ്ങൾ 1ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. മദ്രസയിൽ മതം മാറ്റമാണോ പഠിപ്പിക്കുന്നത്? അല്ല, മദ്രസയിൽ ഒരാള് ഒരു മതം മാറ്റം പഠിപ്പിക്കേണ്ടല്ലോ. മതം മാറ്റത്തെ കുറിച്ചാണ്. അല്ല, ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കോണ്ടെക്സ്റ്റ്. അതെ, മതം മാറുക എന്ന് പറയുമ്പോൾ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം എന്നല്ലേ? ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ടും അറിയണ്ടേ? അത് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും എന്ന് പറയുമ്പോൾ
7ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ, 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കേണ്ടത് തൻ്റെ സഹപാഠിയെ മതം മാറ്റുന്നതിന് വേണ്ടിയാണോ? ഇമാം അക്ബർ പറഞ്ഞത് ഞങ്ങൾ മദ്രസ തലം മുതൽ പഠിക്കുന്നതാണെന്ന്. മദ്രസയിൽ മതം മാറ്റമാണോ പഠിപ്പിക്കുന്നത്? അതെ, അതെ. എന്താ സംശയം? മതം മാറ്റം പഠിപ്പിക്കുന്ന കേന്ദ്രം തന്നെയാണ് മദ്രസ എന്ന് വീണ്ടും വീണ്ടും എം അക്ബർ അടക്കം തെളിയിച്ചിരിക്കുന്നു. എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ? അല്ല, തീർച്ചയായും അല്ല. തീർച്ചയായും അത് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മതം മാറ്റം, ഒരു സുഹൃത്ത് മതം മാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. എന്തിനാണ് അതുകൊണ്ടാണ് 2ാം ക്ലാസ്സിൽ മതം മാറ്റം പഠിപ്പിക്കുന്നത്? പറഞ്ഞത് ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അല്ല, ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാക്കുന്നു എന്നല്ല. അല്ല, വർഗീയത ഞാൻ പറയാം. ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വെക്കുക. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനല്ല പറഞ്ഞത്. പേര് മാറ്റണോ, കൊന്തയും നൂലും അഴിച്ചു വെക്കണോ, ഹലാൽ ചിക്കൻ കഴിക്കണോ, ഷഹാദ ചൊല്ലണോ, മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണോ? അല്ല, ഓരോന്നോരോന്നായിട്ട് ഓർഡർ മാറ്റാനാ പറഞ്ഞത്. ആദ്യം സത്യസാക്ഷ്യവാക്യം സ്വീകരിക്കണം, പിന്നീട് നിന്റെ പേരങ്ങോട്ട് മാറ്റണം, കഴുത്തിൽ നിന്ന് കൊന്തയും നൂലും അഴിച്ചു വെച്ചോ, ഷഹാദ ചൊല്ലി, അല്ലേ? നീക്കുക. വേറൊന്ന്, അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഉപദേശം? അതാണ് പറഞ്ഞത്. അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ സ്കൂളിലെ റെക്കോർഡ്സ് ഒക്കെ എല്ലാവർക്കും അത് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പാഠപുസ്തകം? ഞങ്ങളല്ലല്ലോ ഈ തിരഞ്ഞെടുത്ത പുസ്തകമാണ്. ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു പുസ്തകം. ആ പുസ്തകം ഞങ്ങൾ സെലക്ട് ചെയ്തു. ഞങ്ങൾ മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ കാണും അതൊക്കെ ഒരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയല്ല, ഇസ്ലാമിക് സ്റ്റഡീസിൽ അതില് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം. തീർച്ചയായും ഇപ്പോ CBSE പുറത്തിറക്കിയ CBSE പുറത്തിറക്കിയതല്ല. അല്ല, CBSEയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ CBSEയുടെ കരിക്കുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള ഇങ്ങനെയല്ല മറ്റു രൂപങ്ങളിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുക. അതല്ലെങ്കിൽ NCERT തന്നെ പുറത്തിറക്കുന്ന പുസ്തകങ്ങളിൽ, ഇപ്പൊ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങൾ, മുമ്പ് ഉള്ള പുസ്തകങ്ങളിൽ, ആ പുസ്തകങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ പാഠഭാഗം അതൊക്കെ രാഷ്ട്രീയ രാഷ്ട്രീയം മാത്രമല്ല, അത് സെയിം ആയിട്ടുള്ള സമാനമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് അല്ലല്ലോ. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട്, നിന്റെ അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയായ ആളുടെ പേര് മാറ്റാൻ, അവന്റെ അമുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ, കഴുത്തിലെ കുരിശ് നീക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഇതില് അത് ആവശ്യപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? വ്യാഖ്യാനമല്ല ചെയ്യേണ്ടത്, ശരിയായ ഓർഡറിൽ എഴുതുക. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ഇതൊന്നുമല്ല ചെയ്യേണ്ടതെന്നൊരു ഓപ്ഷൻ അതിലില്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? അതാണല്ലോ ടീച്ചേഴ്സ് മാനുവലുള്ളത്. പുസ്തകത്തിലല്ലോ. പാഠപുസ്തകവും വ്യത്യസ്തമാകുന്നത് അതെ, ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവര് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇതൊന്നുമല്ല, മറിച്ച് ഷഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അത് ശരിയായ ഓപ്ഷൻ അല്ല. അത് കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കണം. ഇതെല്ലാം ടീച്ചേഴ്സ് മാനുവലുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവായ സംഗതികൾ നോക്കൂ. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്റിമേറ്റ് ഫ്രണ്ട്, ഒരു മുസ്ലിം അല്ലാത്തൊരു കുട്ടി ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം എന്ന വലിയൊരു മെസ്സേജ് അല്ലെ? അതോടൊപ്പം കേരളം പോലൊരു സംസ്ഥാനം എന്തുവായി പറയുന്നത്? അമുസ്ലിമായിട്ടുള്ളൊരു കുട്ടി നിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാമെന്നോ? ഇത്രയും കൊടുത്തിട്ട് അവനെ മതം മാറ്റാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം. നിന്റെ സഹപാഠിയെ മതം മാറ്റാൻ നീ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് 5 ഓപ്ഷൻ കൊടുത്തിട്ട് അത് ഓർഡറിലാക്കാനെന്നാ പറഞ്ഞത്. എന്തു ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ ഇന്റിമസി. അതന്നെയാണ് പറയുന്നത്. അത് പുതുതായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ അങ്ങനെയായിരുന്നു. കേരളത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള അർത്ഥത്തിലല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളത്. ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത സുഹൃത്ത് വേറെ മതസ്ഥരായ കുട്ടികൾ ആകാതിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായി പുതുതായി പഠിപ്പിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും Be a part of UPS online. എന്തായിരുന്നാലും പറഞ്ഞു പെട്ടു. ആളുകൾക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? കണ്ണടച്ച് പെയിന്റ് അടിക്കണം. വേറെ യാതൊരു വഴിയുമില്ല. ഇവരുടെ ഈ പെയിന്റ് അടി ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല.
അതുകൊണ്ടാണ് ഇന്നലെ വരെ BJPയെയും നരേന്ദ്രമോദിയെയും എതിർത്തുകൊണ്ടിരുന്ന നമ്മുടെ സാമൂഹ്യ നിരീക്ഷകൻ എന്ന പേരില് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ഫക്രുദ്ദീൻ. ആ ഫക്രുദ്ദീൻ ചില കാര്യങ്ങൾ വെടിപ്പോടുകൂടി നമ്മളോട് തുറന്നു പറയുവാണ്. ഒരുപാട് പഠനങ്ങളും നിരീക്ഷണങ്ങളുമുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളുമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിലും ഈ മതം, ഈ മതവേഷം, ഈ വ്യക്തിത്വം മറയ്ക്കുന്ന, വ്യക്തിയെ മറച്ചു വെച്ച് എന്ത് കള്ളവും കൊള്ളരുതായ്മകളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ ഐഡന്റിറ്റി ഉണ്ടല്ലോ, ഈ മറയ്ക്കുന്ന ഈ വേഷം, ഇത് നിരോധിക്കുമെന്നാണ് അദ്ദേഹം. തുടരട്ടെ. ഇങ്ങനെ ഒരു വിഷയം ഒരു ക്രിസ്ത്യൻ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. മനസ്സിലായിട്ടില്ല. അപ്പം ഏതെങ്കിലും ഒരു ഹിന്ദു സ്ഥാപനത്തിലോ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലോ ഇങ്ങനെ മതം മാറ്റം പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഇന്ന് വരെ വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടി ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിലോ ഒരു സർക്കാർ സ്ഥാപനത്തിലോ ചെന്നിട്ട് എനിക്ക് എൻ്റെ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കണം, മതപരമായിട്ടുള്ള ആരാധനകൾ നിർവഹിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി പൂജ വരുമ്പോൾ എൻ്റെ പുസ്തകം ഈ സ്കൂളിൽ പൂജയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞൊരു അട്ടഹാസം ഇതുവരെ ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയില്ല. ക്രിസ്മസ്, ദീപാവലി, വിഷു, എന്തെല്ലാം ആഘോഷങ്ങളുണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ. ഇതും ഒന്നുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിലോ അതല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്കൂളിലോ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനത്തിലോ ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടി ഒരു ക്രിസ്ത്യൻ കുട്ടിയോ അട്ടഹാസം ഉണ്ടാക്കിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ ഇപ്പൊ മുസ്ലിം സ്ഥാപനങ്ങൾ കണ്ടമാനം ഇപ്പം വരുന്നുണ്ട്. MES പോലെ ഒന്നല്ല, ഒരുപാട് എണ്ണം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വലിയൊരു ഭീഷണി ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോ ജാമിയ നദവിയ അറബി കോളേജ് ഞാൻ അവിടെയാണ് പഠിച്ചത്. അവിടെ ഹയർ സെക്കൻഡറി എല്ലാ വിഭാഗവും ഉണ്ട് കേട്ടോ. താസുൽ ഹദീസ്, BEd കോളേജ്, ട്രെയിനിങ് കോളേജ് എല്ലാം ഉണ്ട്. അവിടെ ഈ മുഖം മറിച്ച് കണ്ടൊരു പെണ്ണ് വന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടു. വലിയ രൂപത്തിൽ പത്രവാർത്തയൊക്കെ ആയിരുന്നു. വലിയ രൂപത്തിലല്ല, ചെറിയ രൂപത്തിൽ. കാരണം എതിർഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളായതുകൊണ്ട് ആ വാർത്ത ഒന്നും ഇവരല്ലാതെ ഹൈലൈറ്റ് ചെയ്യില്ലെന്ന് നമുക്കറിയാം. അപ്പൊ അത് പറ്റില്ല, വ്യക്തിത്വം മറയ്ക്കുന്ന വേഷം പറ്റില്ല എന്നാ പറഞ്ഞു. വിദ്യാർത്ഥിക്ക് അധ്യാപകനെ അറിയണം, അധ്യാപകന് വിദ്യാർത്ഥിയെ അറിയണം, രോഗിക്ക് ഡോക്ടറെ അറിയണം, ഡോക്ടർക്ക് രോഗിയെ അറിയണം, ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞു. ഫാത്തിമ തെഹ്ലിയ വലിയ വനിതാ നേതാവാ. അവർ ഫസൽ ഗഫൂറുമായിട്ട് സംവദിച്ചു. എന്തേ ഞങ്ങൾക്ക് ഹിജാബ് ധരിച്ചാല്? ആദ്യം ഫാത്തിമ പോയിട്ട് ഹിജാബ് ധരിച്ചിട്ട് പോയോ? ഫസൽ ഗഫൂറിനോടാ. ഫാത്തിമ മുഖമൊക്കെ മറച്ചിട്ട് വാ. ഫാത്തിമ മുഖം തുറന്നിട്ടിട്ട് മുഖം മറയ്ക്കാൻ മറ്റുള്ളവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നേക്കുക. ഇവരൊക്കെ കപടന്മാരാണ്, കള്ളന്മാരാണ്. മതത്തിന്റെ ആത്മീയതയെ വിറ്റ് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇത്തരം ചാണക്യന്മാരെ തിരിച്ചറിയുക എന്നത് ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമുക്ക്. ഈ ഫീസും പിന്നെ രണ്ടാമത്തെ ഇപ്പൊ ഡിസിപ്ലിനിന്റെ പേരിൽ ഭയങ്കര ഹറാസ്മെന്റ് ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. അല്ല, ഇതിന് പിന്നിൽ ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു എന്താ പറയാ, ഈ കുട്ടി ആദ്യം 4 മാസം അവിടെ പഠിച്ചതാണ്. ഇതിന് പിന്നിൽ എന്ന് വെച്ചാൽ ബേസിക് കാര്യം എന്ന് വെച്ചാല് ഈ നല്ല സ്കൂളിൽ പിള്ളേരെ വിടുക എന്നുള്ളതാണ്. അങ്ങനെ ആ കുട്ടീനെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ നിൽക്കുന്ന സമയത്തേക്കാണ് അവിടെ ഈ തട്ടിടാൻ പാടില്ല, എന്നാ കാണിച്ചു തരാം. സാറിന്റെ അഭിപ്രായം എന്താണ്? സ്കൂളുകളിൽ മതചിഹ്നങ്ങൾ, മതവസ്ത്രങ്ങൾ ആവശ്യമുണ്ടോ? മതവസ്ത്രങ്ങൾ ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഈ മിനിമം സാധനങ്ങൾ വരണം. ഒരു വെയിൽ തട്ടെടുന്നതിനൊന്നും ഞാൻ എടുക്കുന്നു. തട്ടെടുന്നതിന്, ഒരു കുരിശ് തൂക്കുന്നതിനോ പൊട്ടിടുന്നതിന് ഞാൻ എതിരൊന്നുമില്ല. അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗം. പക്ഷെ അതിന്റെ ഉപരിയായിട്ട് ചാക്കിട്ട് നടക്കുക, ഈ പറഞ്ഞ തന്നെ മൊത്തം ഭസ്മം പൂശി നടക്കുക, വലിയ കൊന്തയും കൊത്ത കളിച്ചോണ്ട് നടക്കുക, അത് വേണം. അപ്പം ഇതെന്ന് വെച്ചാല് വളരെ കൃത്യം. അപ്പൊ ഇങ്ങനെ ആരോ കേട്ടു, എന്നാ പിന്നെ നമ്മളെ ശക്തി കാണിച്ചിട്ടുണ്ട്. എനിക്കതിൽ എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസ് ഏറ്റവും കൂടുതൽ ഉള്ള ഞങ്ങളുടെ മലബാറിലാണ്. എത്രയോ മുസ്ലിം സ്ഥാപനങ്ങളിൽ ഈ ഹിജാബ് നിരോധിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ജാമിയ നദവി അറബി കോളേജ്. അതുപോലെ ഫസൽ ഗഫൂറിന്റെ MESന്റെ സ്ഥാപനങ്ങളിലെല്ലാം ഈ മുഖം മറയ്ക്കുന്ന, വ്യക്തിത്വം മറയ്ക്കുന്ന വേഷം നിരോധിച്ചിട്ടുണ്ട്. അവിടെ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഈ എറണാകുളത്ത്, തൃശ്ശൂർ മേഖല താരതമ്യം മുസ്ലിംസ് കുറവാണ്, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രദേശം. അവിടെ എന്താണ് ഇത്രയൊക്കെ പ്രശ്നം? അവിടെയാണ് മൊത്തം പ്രശ്നം ഉണ്ടാകുന്നത്. തമാശ കൈവെട്ടിയത് ആ ഏരിയ എന്നാണ്, സെൻട്രൽ ട്രാവൻകൂർ ആ ഒരു ഏരിയ, സെൻട്രൽ കേരളം ആ ഒരു ഏരിയ എന്നാണ്. അവിടെ മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. SDPI മേഖലയും അതോടൊപ്പം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ മുസ്ലിം ലീഗ് മേഖലയില്ല, ഞങ്ങളുടെ മേഖലയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പഠിച്ചു വന്ന ആളുകളാണ്. അവർ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. ചില ക്രിസ്ത്യൻ പിള്ളേർക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടാവും, നമുക്കില്ല.
അതല്ലെങ്കിലും SDPI മേഖലകളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശരീഅത്ത് നിയമം നിലവിൽ വന്നിട്ടില്ലേ? തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശിവക്ഷേത്രം അടച്ചുപൂട്ടിയത് കണ്ടില്ലേ? അപ്പോ ശരീഅത്ത് നിയമം എവിടെയാണ് കയ്യിലെടുക്കേണ്ടത് എന്നവർക്കറിയാം. അവരെ പോപ്പുലേഷൻ കൂടുതലുള്ളിടത്ത് ശരീഅത്ത് നിയമം എടുക്കുക. അതൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് PC ജോർജ് ഒക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള എന്താ സംഗതി. പ്രശ്നം? ഞാൻ പഠിച്ച കാലത്ത് പ്രവർത്തനമില്ല, പിന്നീട് പ്രവർത്തനം കൊണ്ട് വന്നത്. അത് ഏതായാലും ദൈവം ഒന്നല്ലേ. അല്ലേ നമ്മൾ അവരെ അങ്ങോട്ട് വിട്ടേക്കണ്ടാവും. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി എങ്ങനെ പറ്റുക? പിന്നെ കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് കന്യാസ്ത്രീ അധ്യാപകരാണ്. ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നത് ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അതുകൊണ്ട് അവരുടെ ആ വസ്ത്രത്തെ അവർക്ക് ഊരാൻ പറ്റില്ല. അതുകൊണ്ട് അവര് ശിരോവസ്ത്രം ധരിക്കും. ഞാൻ പഠിച്ച CSI കോളേജ് തന്നെയുമല്ല, ഒരു ക്രിസ്ത്യൻ സ്ഥാപനമാണെങ്കിലും ഹിന്ദു സ്ഥാപനമാണെങ്കിലും അധ്യാപകരുടെ യൂണിഫോമിറ്റിയെ കുറിച്ചിട്ട് എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അധ്യാപകർക്ക് എന്ത് വേഷവും ധരിക്കാമല്ലോ. വിദ്യാർത്ഥികളെ തിരിച്ചറിയാനും അവർക്കിടയിലെ ഈക്വാലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി യൂണിഫോമിറ്റി. കോളേജിലാണ്. അവിടെ നിർബന്ധമില്ല. അതുകൊണ്ട് അവർ സാരി കൊടുത്തു വരും. അല്ല, കന്യാസ്ത്രീകളില്ല അവിടെ. അത് തന്നെയാണ് ഏറ്റവും വലിയ അസഹിഷ്ണുത. കന്യാസ്ത്രീ എന്തുകൊണ്ട് അവർക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. അല്ല, കുറച്ച് ഇതിന് പിന്നിൽ അവര് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് യൂണിഫോം ഇട്ടാ പോയത്. ആരോ എല്ലാം പ്രവർത്തിക്കുന്നു. അതുണ്ടാവും. മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള ഈ അകലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനിട്ട് പണിയാൻ വേണ്ടിയുള്ള പരിപാടിയാണ് തോന്നുന്നു UDF. എന്തായാലും നിങ്ങൾ CPM സംശയിക്കേണ്ട. അത് വേറെ എന്തൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഈ കമ്മ്യൂണിസ്റ്റുകളുടെ അജണ്ട. അവിടെ ആളുകളെ ഇങ്ങനെ അകറ്റണം, മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കണം. അത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യമാണ്. എന്നിട്ട് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളെ കൂടെ കണ്ടോ നമ്മളെ ആളുകൾ എവിടെ ചൂഷണം ചെയ്യപ്പെടും. ക്രിസ്ത്യാനികൾ നമ്മളെ ചൂഷണം ചെയ്തു. അവർ കുരിശുയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾ നമ്മളെ ചൂഷണം ചെയ്തു. അവർ ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ മനസ്സിലാക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അല്ലെങ്കിൽ സഭ നടത്തുന്ന സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാകാൻ വെച്ചാൽ പോരെ. കന്യാസ്ത്രീകളെ അതാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ആരെങ്കിലും കൈകൊണ്ടോ? 4 മാസം ആ കുട്ടിയോടെ പഠിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതിങ്ങനെ ആയിരിക്കും. ആദ്യ സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. ഒരു ദിവസം പോണം തട്ടിടാക്കുന്ന അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് സാധ്യത. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മളാണ് ശരിയാവില്ലല്ലോ. അങ്ങനെ ആയിരിക്കും സംഭവം. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ പോലെ ഒരു പ്രശ്നക്കാരൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് അങ്ങോട്ട് അയക്കില്ലല്ലോ. ഇതിന്റെ പിന്നെ ഇങ്ങനെ കളിക്കില്ലയോ. ഹാദിയയുടെ പിന്നെ കളിച്ചതുപോലെ ഒരു ലോബി ഹാദിയെ പരിപാലിക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. 2 ഡിവോഴ്സ് ഒരു ലോബി ഇതിന്റെ പിന്നിൽ. ആ ലോബി തീവ്ര ഇസ്ലാമിസ്റ്റ് ലോബിയാണ്. അതൊരു ഇന്റർനാഷണൽ ലിങ്കുള്ള ലോബിയാണ്. അതൊരു വിഷയമാണ്. അവിടെ സെക്കുലർ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കാതെ ഈ കാര്യത്തെ പൂർണ്ണമായും ഗവൺമെന്റിന്റെ കൂടെ നിൽക്കണം. പക്ഷെ എറണാകുളത്ത് തന്നെ ഒരു സ്കൂളിൽ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. സ്കൂളിൽ നടന്ന ഹറാസ്മെന്റ് ഉണ്ട്. ആ വിഷയത്തെ സ്കൂളുകാർ നടപടി എടുത്തിട്ടില്ല. അല്ല സാർ, പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? അത് ഞമ്മന്റെ ആളല്ലേ പേടിച്ചിട്ട്. ഇനിയിപ്പോ അതിന്റെ പുറത്ത് നമ്മൾ എന്നെ പോലെയൊക്കെ മുസ്ലിം വിരുദ്ധരെ അതിന് എതിർഭാഗത്ത് മുസ്ലിങ്ങളാണ് വരുന്നതെങ്കിൽ ആര് പ്രതികരിക്കും? ഇപ്പുറത്തെ ഭാഗത്ത് ക്രിസ്ത്യാനികൾ വേണ്ടേ? എന്നാലല്ലേ പ്രതികരിക്കൂ. എന്നാലേ ഇവർക്കൊരു എന്നാലേ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും ഒക്കെ ഒന്ന് കൂട്ടിക്കുഴച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് എതിർഭാഗത്ത് വരുന്നത് ആരാണ്? അവരുടെ മതം, രാഷ്ട്രീയം, അവരുടെ പോപ്പുലേഷൻ, അവരുടെ മണി പവർ, മാൻ പവർ, പൊളിറ്റിക്കൽ പവർ, ഇതൊക്കെ നോക്കിയിട്ട് ആരുടെ കൂടെ നിൽക്കാം നമുക്ക് എന്നവർ തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം ശിവക്ഷേത്രം പൂട്ടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ. അവര് എത്രയോ കൊല്ലങ്ങളായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശിവക്ഷേത്രം. ഇതാണ് പോപ്പുലർ ഫ്രണ്ടുകാര്, SDPI പോപ്പുലർ ഫ്രണ്ട്, അവര് പൂട്ടിച്ചത്. ഇപ്പോ ഏതെങ്കിലും വിഷയത്തില് നമുക്ക് അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു വ്യക്തി ആരാധനാലയത്തിനു വേണ്ടി നൽകിയതാണ് എന്നാണ് ആ വാർത്തകൾക്കകത്ത് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ശിവക്ഷേത്രത്തില് ഹിന്ദുക്കൾ വന്ന് എന്തെങ്കിലും രൂപത്തിൽ ആരാധിക്കുകയോ അവരുടെ പ്രാർത്ഥനകള്, അവരുടെ അർച്ചനകള്, അവരുടെ നേർച്ചകൾ ഇതൊക്കെ അവര് നടത്തി അവർക്ക് എന്തെങ്കിലും ഒരു ആത്മനിർവൃതി കിട്ടുന്നുണ്ടാകാം, റിസൾട്ട് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതിന് മുസ്ലിങ്ങൾക്ക് എന്താ? അതിന് SDPIക്ക് എന്താ പ്രശ്നം? വല്ല പ്രശ്നവുമുണ്ടോ? ശിവക്ഷേത്രം നശിപ്പിച്ച് തകർത്ത് കലാപത്തിന് ഇതിനു മുമ്പും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴല്ലേ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ വിഷയം അറിയുന്നത്.
ഇതിന് തൊട്ട് മുമ്പ് ഒരു ശിവക്ഷേത്രം ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് നല്ലൊരു വിഭാഗം ആളുകൾ ഇവർ പിടിച്ചെടുത്തതൊക്കെ അറിയാമല്ലോ, വഖഫാണെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇവര് ഒരു പുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം അടിച്ചു തകർക്കുന്നു. അതായത് 200 വർഷങ്ങളോളം പഴക്കമുള്ള പ്രതിമകള്, ബിംബങ്ങള് അവിടെ ഉണ്ടായിരുന്നു, അവരുടെ പ്രതിഷ്ഠകൾ, അതിനെല്ലാം തകർത്തു. അതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് പോട്ടെ, UP-യിൽ നിന്നെങ്കിലും വിഗ്രഹാരാധന പോകുമെന്ന് ഇവര് വിചാരിച്ചു. എന്തിനാ? 2 മതവിഭാഗങ്ങൾക്കിടയിൽ കലഹമുണ്ടാക്കുക, കലാപമുണ്ടാക്കുക, അവരെ തമ്മി തല്ലിപ്പിച്ച് ചോര കുടിപ്പിക്കുക. ആ ശിവക്ഷേത്രം തകർത്ത ഐ ലവ് മുഹമ്മദ് കലാപ ശ്രമത്തിന് ശേഷം, കലാപാഹ്വാനത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങളും ഒക്കെ തകർക്കുന്ന നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലൂടെ ഒരു കലാപത്തിനുള്ള ശ്രമം, അതായത് അവിടുത്തെ ഹൈദരാബാദ് ഈ വിഷയത്തിൽ പ്രതികരിക്കും, ശക്തമായ നടപടി ഉണ്ടാകും, പ്രതിഷേധമുണ്ടാകും, പ്രതിരോധമുണ്ടാകും. അപ്പോൾ അത് കലാപമാക്കി മാറ്റാനായി മത തീവ്രവാദ ജിഹാദി ശക്തികൾ വീണ്ടും ശ്രമിക്കുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും വിവിധ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പുകൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഇത് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഒരു കലാപം ഉണ്ടാകും. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ കിങ്കരന്മാരും ആരും പ്രതികരിക്കുന്നതേയില്ല. ഏതെങ്കിലും പള്ളിയുടെ വാതിൽക്കൽ ഒരു കാക്ക കരഞ്ഞാൽ പ്രതികരിക്കുന്ന കോൺഗ്രസുകാരും യുവരാജാവും ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് സത്യം. ഇതിപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ പുലർച്ചെ 2 മണിയോടെ ഒരു കൂട്ടം ജിഹാദി സംഘങ്ങൾ ഒരു മഹാശിവക്ഷേത്രം, അതിപുരാതനമായ ഒരു മഹാശിവക്ഷേത്രത്തിന് സമീപം എത്തുന്നു. ഏതാണ്ട് 200 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇത്. ജിഹാദികൾ ചേർന്ന് അടിച്ച് തകർക്കും. ഈ ക്ഷേത്രം യാതൊരു പ്രകോപനവും ഇല്ലാതെ അടിച്ചു തകർക്കുകയാണ് ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ. ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ച് പുരാതന മൂർത്തികൾ, ഗേറ്റുകൾ, അതുപോലെയുള്ള ബിംബങ്ങൾ, ശില്പങ്ങൾ ഒക്കെ തകർത്ത് തരിപ്പണമാണ്. ഈ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഉത്തർപ്രദേശ് പോലീസ് കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഈ ജിഹാദികൾ, മത തീവ്രവാദ ശക്തികൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു, ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു, ജനങ്ങളെ, സ്ത്രീകളെ ആക്രമിക്കുന്നു തുടങ്ങിയ നിരവധി കേസുകളാണ് കഴിഞ്ഞ 8-10 ദിവസത്തിനുള്ളിൽ UP-യിൽ നിന്നും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ നടപടി ഉണ്ടാകുന്നുണ്ട്. UP പോലീസും MP പോലീസും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ വീണ്ടും 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 ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഐ ലവ് മുഹമ്മദ് പരിപാടി ചീറ്റിപ്പോയതിന്റെ ആ ഒരു വിഷമത്തിൽ, കലാപം ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ, ഇത് വിദേശ ഫണ്ടിങ്, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ ഫണ്ടിങ് ഒക്കെ തന്നെയുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളാണ് ഈ നടക്കുന്നത് എന്ന് കേന്ദ്ര ഇന്റലിജൻസിനും റോയ്ക്കും. നമുക്കറിയാം ഇവരെന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്താണ് ഇവർക്ക് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നൊക്കെ നമുക്കറിയാം. ഐ ലവ് മുഹമ്മദ്, ശരി, നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിച്ചോ, നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കുമ്പോൾ, ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കും. മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരുടെ മതമനുസരിച്ച്, അവരുടെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ആശയങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യത്തെ നിങ്ങൾ എന്തിനാണ് വിലങ്ങുതടിയാകുന്നത്? നിങ്ങളുടെ ഏതെങ്കിലും ഒരു മസ്ജിദില് ആരെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും രൂപത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തിനാണ് നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഭയപ്പെടുന്നത്? എല്ലായിടത്തു നിന്നും നിങ്ങളെ ചവിട്ടി ആളുകൾ പുറത്താക്കുന്നത് എന്തിനാ? ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതെന്താ കാരണം? ഇപ്പോ ഇത് മാത്രമല്ല, ഇവർ ഈ അജണ്ടകൾ ഈ രാജ്യത്തുടനീളം തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഇവര് ഒരു മാസമൊന്നും ആയിട്ടില്ല, ഒരു വാർത്ത പുറത്തു വന്നിട്ട് 120 വർഷം പഴക്കമുള്ള
ശിവക്ഷേത്രം 20 വർഷമായിട്ട് അടച്ചിട്ട നിലയിൽ കണ്ടെത്തിയിട്ട് ഭക്തർ കോടതിയെ സമീപിച്ചു. പൂജകൾ വിലക്കുന്നു. അങ്ങനെ പ്രാദേശിക ഇസ്ലാമിസ്റ്റുകളാണ് ഇവരെ ആക്രമിക്കുന്നതെന്നും അവരാണ് ഇവരെ ആരാധനയ്ക്കൊന്നും സമ്മതിക്കാത്തത് എന്നുമൊക്കെ പറയുകയുണ്ടായി. അപ്പോഴാണ് ഇപ്പൊ ദാണ്ടെ അടുത്തത് വരുവാണ് നെയ്യാറ്റിൻകര, തിരുവനന്തപുരത്ത് ശിവക്ഷേത്രം പൂട്ടിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ മസ്ജിദുകൾ, ഇപ്പൊ ഞാൻ ബാബരി എന്ന് എഴുതിയിട്ട് ഇവരെല്ലായിടത്തും സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നില്ലേ? അതിലൊന്നും ഇവർക്ക് ഒരു പ്രോബ്ലവും ഇല്ലല്ലോ. അപ്പോ യുപിയിലായതുകൊണ്ട് അമിത്ഷായും യോഗിയും നരേന്ദ്രമോദിയും ഒരുമിച്ചിരുന്നൊരു തീരുമാനമെടുത്താൽ ഈ മുറിയന്മാരെ മിനിറ്റുകൾക്കകം തൂക്കിയെടുക്കാൻ അവർക്ക് പറ്റും. പക്ഷേ SDPIക്കാരെ വെല്ലുവിളിച്ചിട്ടാണ് ശിവക്ഷേത്രം നെയ്യാറ്റിൻകരയിൽ പൂട്ടിക്കുന്നത്. ഇപ്പോ കുറച്ച് മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. ഇപ്പോ കൊലപാതകമാണ് എന്നൊരു മരണത്തെ സംബന്ധിച്ചിട്ട് ആരോപണവുമായിട്ട് ഹിന്ദു ഐക്യവേദിയും വയനാട് പോലീസ് ക്യാമ്പിലെ മുൻ കമാൻഡിംഗ് ഓഫീസറും അതുപോലെ വടുവഞ്ചാൽ സ്വദേശിയുമായിട്ടുള്ള രാമൻകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. അങ്ങനെ ആരോപിക്കുവാണ് അവര്. ശനിയാഴ്ച രാത്രി ഒരു സംഘം SDPI പ്രവർത്തകർ ഈ രാമൻകുട്ടി എന്ന വ്യക്തിയെ വീട്ടിൽ കയറി ആക്രമിച്ചു. പിന്നീട് ഈ രാമൻകുട്ടിയെ കഴുത്തിൽ കല്ലിട്ട് കെട്ടിയ നിലയിൽ കിണറ്റിൽ കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച രാമൻകുട്ടി ബസ് യാത്രക്കിടയിൽ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞിട്ടാണ് 25ഓളം ആളുകൾ ചേർന്ന് രാമൻകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുന്നത്. ഈ അക്രമികളുടെ കൂട്ടത്തില് DYSP ഓഫീസിലുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ഫൈസൽ ഉണ്ടായിരുന്നു എന്നാണ് വാർത്ത. ഈ മർദ്ദനമേറ്റ രാമൻകുട്ടി വീടിന്റെ പുറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്കൂടി രക്ഷപ്പെട്ടു. ഈ സംഭവം കഴിഞ്ഞിട്ട് രാമൻകുട്ടിയെ പിന്നീട് ആരും ആ നാട്ടിൽ കണ്ടിട്ടില്ല, വീട്ടിലും കണ്ടിട്ടില്ല. പിന്നീട് ദുരൂഹ സാഹചര്യത്തില് കിണറ്റിൽ നിന്നാണ് ഈ മൃതദേഹം, ആഴമില്ലാത്ത ഒരു കിണറ്റിലെ മൃതദേഹം കണ്ടെത്തുന്നു. തന്നെയുമല്ല, ഭാരമുള്ള കല്ല് കഴുത്തിൽ കെട്ടിയതാണ്. ഒന്ന് കിണറ്റിൽ തള്ളിയതാണോ അതോ ജീവനോട് കല്ല് കെട്ടി താഴ്ത്തിയതാണോ ഒന്നും അറിയില്ല. ബന്ധുക്കൾ അസ്വാഭാവികത പറഞ്ഞ് കേസ് കൊടുത്തു. ഒരു കേസും ഉണ്ടായില്ല. അങ്ങനെ SDPI പ്രവർത്തകരെ ചോദ്യം ചെയ്യാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും പോലീസ് തയ്യാറായിട്ടില്ല. ഇത് ആത്മഹത്യയാണ് എന്ന നിലയിൽ കേസ് അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ രംഗത്ത് വരുന്നു. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നമ്മുടെ ഹിന്ദു ഐക്യവേദിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആ രാമൻകുട്ടി ഇതാണ്. SDPIക്കാര് അമ്പലങ്ങൾ തകർത്ത്, ക്ഷേത്രങ്ങൾ പൂട്ടിച്ച്, ചർച്ചുകളൊക്കെ അടക്കി ഭരിക്കാൻ തീരുമാനിച്ച്, ക്രിസ്ത്യാനികളുടെയൊക്കെ വീടുകൾ സ്വന്തമാക്കി, ഹൈവേയിലെ ഇരു കരങ്ങളിലുമുള്ള വീടുകൾ ലാൻഡ് ജിഹാദിലൂടെ സ്വന്തമാക്കി അവർ ഏതാണ്ട് തേരോട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും ഈ കേരളത്തിൽ ശരീഅത്ത് നിയമം കൊണ്ടുവരുമോ, ഹിജാബ് ഉപേക്ഷിക്കുമോ, കേരളം കേന്ദ്രഭരണ പ്രദേശമാകുമോ? ഒരുപാട് ആശങ്കയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആളുകൾ. കാരണം കേരളത്തിന്റെ മതേതരത്വം നഷ്ടപ്പെടുകയും കേരളം മതതീവ്രവാദത്തിന്റെ ഈറ്റില്ലമായി മാറുകയും ചെയ്യുന്ന ഒരു അസുലഭ നിമിഷത്തിനാണ് നമ്മളൊക്കെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണോ നമ്മൾ ഭയന്നത് അത് നമ്മുടെ നാട്ടിൽ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഈ കൊച്ചു കേരളമാകരുത് എന്ന് നമ്മൾ വിചാരിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ബോധവൽക്കരണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും മതതീവ്രവാദം വേരൂന്നിയ മതതീവ്രവാദത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഈ നാട് മാറും. സൂരജ്